റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. മിനിസ്റ്റർ, വലിയ ആശങ്കയുണ്ടാക്കുന്ന ചില വാർത്തകൾ കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മളെല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഡോക്ടർ നിത ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ രാത്രിയിലെ മഴ എന്ന് പറയുന്നതിനെ നമ്മളേറെ ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്. എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ ഒരു പൊതു സാഹചര്യം പരിഗണിച്ചുകൊണ്ട്? നമുക്ക് ഈ മഴ മുന്നറിയിപ്പ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ 5 ദിവസം തുടർച്ചയായിട്ടുള്ള മഴ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റവന്യൂ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി അദ്ദേഹം ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്ത് മഴയുടെ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ വേണ്ടി സൂചിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്നലെ പത്തനംതിട്ടയിലൊക്കെ ഉണ്ടായ മഴ അത്രയും ശക്തമായ അതിതീവ്ര മഴ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നദികളിൽ വെള്ളം കൂടുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇടുക്കിയിലും കോട്ടയത്തും അതായത് ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പുകളും വളരെ കൂടുതലുണ്ടായി. നമുക്ക് അപകടങ്ങൾ പരമാവധി കുറച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. 2 ഇടങ്ങളിലായിട്ട് 4 പേരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതോടൊപ്പം തന്നെ എല്ലാ ഭാഗങ്ങളിലും വലിയ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ റോഡുകളിലേക്ക് ഗതാഗത തടസ്സം ഒക്കെ ഉണ്ടായി. ഇന്നലെ മധ്യ കേരളത്തിലാണ് ഇതൊക്കെ ഉണ്ടായതെങ്കിൽ ഇന്ന് രാവിലെ മുതൽ അത് വടക്കൻ മലബാറിലേക്ക് മലപ്പുറം മുതൽ അങ്ങോട്ട് തന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, അതുപോലെ തന്നെ വയനാട് ജില്ലകളിലൊക്കെ തന്നെ നല്ല മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആശ്വാസം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ മഴ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പത്തനംതിട്ട, റാന്നി ഉൾപ്പെടെ അവിടെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്പം ആശ്വാസമുണ്ട്. പക്ഷെ രാത്രി ഇന്ന് രാവിലെ മുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായിരുന്നത് ഈ റാന്നി ടൗണിലൊക്കെ ഉണ്ടായിരുന്ന പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ടാണ്. എല്ലാവരും പറയുന്നത് ഈ 2018 സമാനമായ നിലയിൽ വെള്ളം ഉയരുന്നു. അത് വളരെ കുറച്ച് സമയം കൊണ്ട് സാധനങ്ങൾ എടുത്ത് മുകൾ നിലയിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാനോ കഴിയാത്ത തരത്തിൽ പെട്ടെന്ന് ഈ ജലനിരപ്പ് ഇങ്ങനെ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കളക്ടർമാരുടെയൊക്കെ യോഗം ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ പറയുന്ന ഇൻപുട്ട് എന്താണ് മിനിസ്റ്റർ? അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 300 mm മുകളിൽ പല കേന്ദ്രങ്ങളിലും വലിയ മഴയാണ് ഇന്നലെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 350 വരെ വന്ന പ്രദേശങ്ങളുണ്ട്, 325 വന്ന പ്രദേശങ്ങളുണ്ട്, 200 അതിന് മുകളിലും വന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള മഴയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇന്നലെ പമ്പയാറൊക്കെ വളരെ താഴെയായിരുന്നു ജലനിരപ്പെങ്കിൽ വളരെ പെട്ടെന്ന് രാത്രിയോട് പമ്പയാറ് കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം എന്ന് പറയുന്നത് മഴ രാത്രിയിലുണ്ടായ മഴ അത്രമാത്രം അതിതീവ്രമായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇത് അപ്രതീക്ഷിതമാണ്. മാത്രമല്ല ഇത് കാലാവസ്ഥാ കേന്ദ്രത്തോട് ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ അതുപോലെ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന ഈ മഴ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയ വെള്ളപ്പൊക്കം പത്തനംതിട്ട ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. മിനിസ്റ്റർ, ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ NDRFന്റെ വിവിധ സംഘങ്ങൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്? ഞങ്ങൾ ഇന്ന് കോട്ടയത്ത് NDRFന്റെ ടീം വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ രാവിലെ തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ഇന്ന് NDRFന്റെ ടീം കോട്ടയത്തും ഇന്ന് രാത്രിയുണ്ട്. നമുക്ക് കോട്ടയം, അതുപോലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ ഏത് സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ എല്ലാ സേനകളും വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. പമ്പയുടെ തീരങ്ങളിൽ ആറന്മുള ഉൾപ്പെടെ അവിടെ നമുക്ക് ബോട്ടുകൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും നടത്തുന്നുണ്ട്. അപകട സാധ്യത മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 62ഓളം ക്യാമ്പുകളായിട്ട് 1300-ലധികം ആളുകൾ ഇന്ന് ക്യാമ്പുകളിലാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികം മാത്രമല്ല, മഴയുടെ സാഹചര്യത്തിനനുസരിച്ച് രാത്രി മുഴുവൻ കാര്യങ്ങളും വിലയിരുത്തുന്നതിനും അതിതീവ്രമായ മഴ വരികയാണെങ്കിൽ ആ പ്രദേശങ്ങളിൽ പെട്ടെന്ന് ആളുകളെ മാറ്റാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഇന്ന് തയ്യാറായിട്ടുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ നമുക്ക് ഈ അപകട സാധ്യതാ മേഖല അല്ലാത്ത ഇടം എന്ന് വേർതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് യഥാർത്ഥത്തിൽ നോക്കുകയാണ്. ഇപ്പോൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ, തിരുവനന്തപുരത്തൊക്കെ ഈ മഴയുണ്ട്, കനത്ത മഴയുണ്ട് എന്നതിനപ്പുറത്ത് നമ്മൾ അതിന് മുകളിലേക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ മുതൽ ഇങ്ങോട്ട് ഉത്തര കേരളം മുഴുവൻ അങ്ങ് വരെയും കാസർഗോഡ് വരെയും കനത്ത മഴയാണ്. ഓരോ ഇടത്തും ചെറിയതും വലുതുമായ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും ഒക്കെ ഉണ്ടാകുന്നുണ്ട്.
എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് മുമ്പ് നമുക്ക് പറയാൻ കഴിയും ഹിൽ ഏരിയയിലാണ്, മലയോര മേഖലയിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇന്ന് അതല്ല, എല്ലായിടത്തും ഇതിൻ്റെ സാധ്യത കൂടി വരുന്നു. അത് പ്രത്യേകം പരിശോധിക്കേണ്ട പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് അത് ചർച്ചയിലേക്ക് പോകാതിരിക്കുന്നത് കൊണ്ടാണ് ഞാനതേക്കുറിച്ച് പറയാത്തത്. പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാവുന്ന സാഹചര്യം, അതുപോലെ തന്നെ വെള്ളം മുന്നോട്ട് ഒഴുകിപ്പോകാൻ കഴിയാത്ത സാഹചര്യം, വെള്ളം പോകേണ്ട വഴികൾ ബ്ലോക്കായി ഉണ്ടാവുന്ന വെള്ളപ്പൊക്കങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഇതൊരു കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഒരു ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള പ്രളയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പക്ഷേ ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം റെസ്ക്യൂ ഓപ്പറേഷനും എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ മുന്നൊരുക്കം നടത്തുന്ന ഒരു ശ്രദ്ധയാണ് നമുക്ക്, അതിലേക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷേ ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ വിന്യാസം ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാം അല്ലേ? അത് ഇപ്പം NDRFന്റെ ആണെങ്കിലും SDRFന്റെ ഒക്കെ ആണെങ്കിലും സേനാ വിന്യാസം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഇന്ന് രാവിലെ മുതൽ ജില്ലാ കളക്ടേഴ്സിന്റെ മീറ്റിംഗ് എടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടേഴ്സ് നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ തട്ട് വരെ ഉള്ള LSGDയുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. പോലീസും വളരെ ശക്തമാണ്. ഇപ്പോൾ അപകട മേഖലയിൽ പല സ്ഥലത്തും ഞങ്ങൾ ട്രാഫിക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ടൂറിസം സെൻ്ററുകൾ ഉൾപ്പെടെ ഞങ്ങൾ രാത്രി സാധ്യത ഉള്ളതുകൊണ്ട് ആളുകളെ മാറ്റി ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശബരിമല ഉൾപ്പെടെ നമുക്ക് നാളെ ശബരിമല നട തുറക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ ഒരു വലിയ പ്രവാഹം ഉണ്ടാവരുത്, പരമാവധി മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ. തിരക്കിനിടയിലും ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും സംസ്ഥാന വ്യാപകമായി വലിയ തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. Debate with Madhu Saji.